പ്രോക്കുലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിന് വളരെ പ്രാധാന്യമുള്ളൊരു എപ്പിസോഡാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് വരുന്നത് ഒരു ചെറിയ ആളൊന്നുമല്ല. നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ് ഒരു 3 നാഷണൽ അവാർഡ് വിന്നർ, അതുപോലെ തന്നെ 2 കേരള സ്റ്റേറ്റ് അവാർഡ്. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ച നമ്മുടെ കേരള സ്റ്റേറ്റ് അവാർഡ് വന്നിരുന്നു. അതിനകത്ത് ഏറ്റവും നല്ല സൗണ്ട് സിംഗ്, ഏറ്റവും നല്ല അവാർഡ് കിട്ടിയിട്ടുള്ള ഹരികുമാർ മാധവൻ നായർ, നമ്മളുടെയൊക്കെ ഹരിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ്, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആളാണ് എന്നൊക്കെ പറയുമെങ്കിലും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 3 വർഷത്തെ പരിചയം എന്ന് പറഞ്ഞാൽ ഹരിയേട്ടനെ നമ്മൾ ആ ഫസ്റ്റ് ഡേ എങ്ങനെയാണോ കണ്ടത്, ഇന്നും അതേ സ്നേഹം. നമ്മൾ പറയില്ലേ, ഒരു ചിലരെ നമ്മളെ ജീവിതത്തിൽ കണ്ട് നമ്മൾ ഒരിക്കലും മറക്കില്ലാത്തൊരു വ്യക്തിത്വം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു വ്യക്തിത്വമാണ് ഹരിയേട്ടൻ. അപ്പോൾ ഹരിയേട്ടനെ കുറിച്ച് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഒരു കുറവാണ്. കാരണം ഹരിയേട്ടൻ പറയും ഹരിയേട്ടനൊന്നും അല്ലെന്ന്, പക്ഷേ നമ്മൾക്കറിയാം, നമുക്ക് കൂടെ നിൽക്കുന്നവർക്കൊക്കെ അറിയാം ഹരിയേട്ടൻ്റെ ഒരു എന്താ പറയുക ഗ്രേറ്റ്നെസ്, പുള്ളിയുടെ ഒരു ജീവിത രീതി. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഹരിയേട്ടനെ കാണുമ്പോൾ മനസ്സിലാവും, നമുക്കൊരു ആളുടെ ഒരു രീതിയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എത്തരത്തിലുള്ള ഒരാളാണെന്ന്. അതുപോലെ തന്നെയാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യത്തിലും. വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുകയും വളരെ കുറച്ച് സംസാരിക്കുകയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട് ഹരിയേട്ടനെ കുറിച്ച്. ഒന്നല്ല, 1000 കാര്യങ്ങൾ പറയാനുണ്ട് ഹരിയേട്ടനെ കുറിച്ച്. അപ്പോൾ ഇന്ന് ഹരിയേട്ടനാണ് നമ്മളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതുകൊണ്ട് ഹരിയേട്ടൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഒത്തിരി എന്താ പറയുക ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും പറ്റില്ല, വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ് ഹരിയേട്ടൻ ഒക്കെയാണ്. പക്ഷേ സന്തോഷം ഹരിയേട്ടൻ വരുന്നു. അപ്പോൾ നമുക്കിന്ന് ആവിയിൽ വേവിച്ച ഇഡലി, കാരണം ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവിയിൽ വേവിച്ച ഇഡലി, പുഴുങ്ങിയ ഏത്തപ്പഴം, അങ്ങനെ അതിൻ്റെ സാമ്പാർ, ചട്നി, കുറച്ച് പനിയാരം എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോ പീസ് കഴിച്ചാൽ തന്നെ ഭാഗ്യം. എന്തായാലും നമുക്കിന്ന് ഹരിയേട്ടൻ്റെ കൂടെ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ബന്ധനാനി ദുരിതാഹരണോദ്യതാനി സ്വാമേവ മാതര നിജം കലയന്തു മാന്യേ യത്കടാക്ഷ സമുപസരാസുവിനി സേവകസ്യ സകലാർത്ഥ സമ്പദഃ സമ്പന്നോതി വചനാംഗമാനസൈഃ മുരാരി ഹൃദയേശ്വരീം ഭജേ സരസിജനിലയേ സരോജഹസ്തേ ഭഗവതി ഹരിവല്ലഭേ
കിട്ടുന്നുണ്ടല്ലേ? ഇവിടെ നോക്കി എങ്ങനെ കിട്ടാന്ന്. കുഴിപ്പണിയാരം, പിന്നെ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, പഴംപൊരി. നമ്മുടെ ഭാവം കല്ലേക്ക് പോകും. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് ഭാവമാണുള്ളത് അത് ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ്. നമ്മളിന്ന് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഹരിയേട്ടനെ പ്ലാൻ ചെയ്യുമ്പോഴും ചേച്ചി എന്നുള്ളത് എനിക്കൊരു വല്ലാത്തൊരു ടെൻഷനുള്ള കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹരിയേട്ടനെ എനിക്കറിയുള്ളൂ, ചേച്ചിയെക്കുറിച്ച് എനിക്ക് അധികം ധാരണയില്ലാത്ത ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ചേച്ചി വന്നപ്പോൾ തൊട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഉണ്ടല്ലോ, നമുക്ക് ഒരാളോട് നമുക്ക് കുറേ നാളുകൾ പരിചയമുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെയോ അല്ല നമുക്ക് എപ്പോഴൊക്കെയോ കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നതായിരുന്നു എനിക്ക് ചേച്ചിയോട് സംസാരിക്കുമ്പോൾ. പ്രൊഫഷണലി പുള്ളിക്കാരി ഡോക്ടറാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പ്രത്യേകം എന്നോട് പറഞ്ഞു എന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യരുത്, എനിക്കത് വേണ്ട, എന്നെ വേണ്ട, ഹരിയേട്ടനെ എടുത്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സന്ധ്യ ചേച്ചി സോറി, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഇതിനകത്ത് ചേച്ചിയെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ചേച്ചി ഇല്ലാത്ത ഈ ഒരു കോൺവെർസേഷൻ ഞങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഒരാളെ കട്ട് ചെയ്തിട്ട് ഹരിയേട്ടനെ മാത്രം നിർത്തുക എന്നുള്ളതും അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിൻ്റെ ഭംഗി മുഴുവനായിട്ടും എനിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാണുന്നവർക്ക് ആർക്കാണെങ്കിലും ആ ഒരു ഭംഗി കിട്ടണം എന്നുണ്ടെങ്കിൽ ചേച്ചി ആ സീറ്റിലിരിക്കാതെ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് മാറ്റാതിരുന്നത്. ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ല ചേച്ചി നീ ചെറിയൊരു ക്ലിപ്പ് മാത്രമേ എടുക്കുകയുള്ളൂ, ചേച്ചി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും, കാരണം ആ ഒരു സംസാരത്തിൻ്റെ ഭംഗി ചേച്ചി നോക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം രസമായിരുന്നു നമ്മളുടെ ആ ഒരു സംസാരം എന്നുള്ളത്. പിന്നെ ഹരിയേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമ്മൾ എത്ര സംസാരിച്ചാലും പിന്നെ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ, എത്ര സംസാരിച്ചാലും എന്തോരം പുള്ളി പറയുന്ന കേട്ടിരുന്നാലും നമുക്ക് ബോറടിക്കില്ല. എന്തോരം സംസാരിക്കുന്ന കേട്ടാലും പിന്നെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അതുപോലെ കാര്യങ്ങൾ പറയാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഹരിയേട്ടൻ. അപ്പോൾ ഇപ്പോൾ ഇവൻ മീനാക്ഷിയാണെങ്കിലും മാധവനാണെങ്കിലും സാധാരണ ഫ്രണ്ട്സ് വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് വരുമ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യാറ്. പക്ഷേ ഇന്ന് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെക്കാളേറെ അവർ നന്നായിട്ട് അത് എൻജോയ് ചെയ്തു. കാരണം മാധവനും ഹരിയേട്ടനും ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു സമയം എന്ന് പറഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിട്ട് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തു. കാരണം ഒരുപാട് കാലത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഹരിയേട്ടൻ സംസാരിക്കുകയും കേട്ടോണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല കേട്ടോ. ചിലർ നമ്മൾ സംസാരിക്കും പെട്ടെന്ന് ബോറടിക്കും, പറയണ കാര്യം തന്നെ പറയും. പക്ഷേ ഹരിയേട്ടൻ എത്ര സംസാരിച്ചാലും നമ്മൾ ഇരുന്ന് കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ശരിക്കും ഹരിയേട്ടനാണ് സ്കോർ ചെയ്തത് ഞങ്ങളെക്കാളേറെ. ഞാൻ സ്കോർ ചെയ്യണം എന്ന് വിചാരിച്ചാലും ഹരിയേട്ടൻ ഒരു പടി മുന്നിൽ നിന്നു ഇന്നത്തെ കാര്യത്തിൽ, നന്നായിട്ട് സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു ഈ ഓട്ടപ്പാച്ചിലിനിടയിലാണ് അവർ വന്നത്. എങ്ങോട്ടോ പോണ വഴിയിൽ ഒന്ന് വന്ന്
കയറുമായിരുന്നു. പക്ഷേ ആ ഒരു സമയം ഞങ്ങൾക്ക് തന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി വാല്യുബിളാണ്. കാരണം കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും വളരെ എന്നും നമ്മളുടെ ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഓർത്ത് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഓർമ്മകൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തന്നിട്ട് പോയത്. ഒരു പക്ഷേ അവരെത്രത്തോളം എൻജോയ് ചെയ്തു എന്നുള്ളതിനേക്കാളും ഞങ്ങൾ നന്നായിട്ട് അത് എൻജോയ് ചെയ്തു. ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിനേക്കാളേറെ അത് എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ അവർ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിച്ച കൂട്ടത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഭക്ഷണം വിളമ്പിയതും ഞാൻ അത്രയും മനസ്സ് നിറഞ്ഞത് തന്നെയായിരുന്നു ഞാൻ ആ ഭക്ഷണം വിളമ്പിയതും. കാരണം ചില വിളമ്പലുകൾക്ക് എപ്പോഴും വേണ്ട സമയമായിട്ടുണ്ട്. ഹരിയേട്ടൻ്റെ സമയം കഴിഞ്ഞു, ചാടി ഇറങ്ങി ഹരിയേട്ടൻ. താങ്ക് യു ഹരിയേട്ടാ. ഞാൻ ഉദാഹരണ अभी आप यहाँ के बैठो, खुद तो अच्छा है ना, लेट हो जाएगी कोई प्रॉब्लम नहीं है ना, इस और टाइम नहीं, तो ऐसे करो। നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.